السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലുള്ള ഭൂരിഭാഗം ആളുകളും വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും, അവർ ഹിദായത്ത് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു കാരണം പറയും പോലെ അറിയിക്കുകയാണ്. ഇന്നാ നിശ്ചയം നമ്മൾ ആക്കിയിരിക്കുന്നു ഫീ അഅനാഖിഹിം, അവരുടെ ഉനുഖ് എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്നാണ്, അതിന്റെ ജമ്മാണ് അഅനാഖ്. അപ്പൊ അവരുടെ കഴുത്തുകളിൽ അല്ലെങ്കിൽ പിടലികളിൽ, പെരടികളിൽ, ഇവിടെ എന്താ പിടലിന്ന് പെരടിന്ന് പറയാം, പിടലി അല്ലേ, ചിലയിടത്ത് പിടലി എന്ന് പറയുന്നത്. അപ്പോ പെരടി അല്ലെങ്കിൽ പെടലി, അവരുടെ കഴുത്ത് പെടലികളില് അള്ളാഹു ആക്കിയിരിക്കുന്നു. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ, ചങ്ങലകൾ, കെട്ടിബന്ധിപ്പിക്കുന്ന സാധനം. ഫഹും മുഖ്മഹൂൻ, അതുകൊണ്ട് അവർക്ക് തല താഴ്ത്താൻ കഴിയുന്നില്ല, എങ്ങനെ ഉയർത്തിയിട്ട് നടക്കണതാണ്. ഇത് അങ്ങനെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞാണ് എന്നും അല്ല. ഈ ഒരു ആലങ്കാരിക പ്രയോഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ കഴിയാത്ത ആളുകളെ കുറിച്ച് ഉപയോഗിക്കാറുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ തന്നെ കാണാം, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്, നിന്റെ കൈയിനെ നിന്റെ പിരടിയിലേക്ക് കെട്ടിബന്ധിപ്പിക്കരുത് എന്ന് പറഞ്ഞാല് നീ പൈസ കൊടുക്കാത്ത ആളാവരുത്. അവരെ കുറിച്ച് ആലങ്കാരികമായിട്ട് ഖുർആൻ തന്നെ ഉപയോഗിച്ചൊരു വാക്കാണ്. കൊടുക്കാൻ കൈ ബന്ധിക്കാതിരിക്കുക, അതാണ്. ഇവര് കുഫാറുകൾ മുഴുവൻ അങ്ങനെയായിരുന്നു. പൈസ എല്ലാം ചെലവഴിക്കും, നന്മക്ക് വേണ്ടി ചെലവഴിക്കില്ല, ഫീ സബീലിന് വേണ്ടി ചെലവഴിക്കില്ല. അവസരങ്ങൾ ഒരുപാട് കിട്ടിയിട്ട് തീരെ ചെലവഴിക്കാത്ത ആളുകൾ അള്ളാഹു തന്നെ മരിക്കണവരെ പിന്നെ അങ്ങനെ ഉണ്ടാക്കും. അവർക്ക് പിന്നെ കൊടുക്കാനുള്ളൊരു അവസരം കിട്ടൂല. കാരണം ഓലെ കൈ പെരടിമ അങ്ങനെ ഇട്ട് ബന്ധിപ്പിച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ദീനിന് വേണ്ടി കൊടുക്കാൻ കഴിയൂല. ആ രീതിയിൽ ആക്കി തീർന്നാൽ പിന്നെ അവന് ഖേദിക്കൽ മരിക്കുന്ന സമയത്താണ്. റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. മരണത്തിന്റെ ചക്രശ്വാസം വലിക്കുന്ന വെപ്രാള സമയത്ത് മനുഷ്യൻ പറഞ്ഞു എന്നാണ്, റബ്ബി, എന്റെ റബ്ബേ, ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, എനിക്കൊരു 10 ഉറുപ്യ കൊടുക്കാനുള്ള ഒരു സമയം തരണം. ഈ റൂഹിനെ പിടിച്ചോ, ഒരു മാസം 1 മണിക്കൂർ ഒന്നല്ല വയ്ക്കണ്, ഒരു 10 ഉറുപ്യ എനിക്ക് കൊടുക്കണം, എന്നിട്ട് മരിക്കണം. അതിനൊരു സമയം എന്താ റബ്ബേ എന്ന് ആ സമയത്ത് വെപ്രാളപ്പെട്ടുകൊണ്ട് ചക്രശ്വാസം വലിക്കുന്ന സമയത്ത് മനുഷ്യൻ പറഞ്ഞു പോകുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിനുമ്പോ അവസരങ്ങൾ കിട്ടുമ്പോ, ഇവിടെ പിരിവൊന്നുമില്ല, ടൗൺ പേടിക്കൊന്നും വേണ്ട. അവസരങ്ങൾ കിട്ടുമ്പോ ഉള്ളേന്ന് കൊടുക്കുക, ഒന്നായിട്ട് കൊടുക്കണ്ട, ഉള്ളേന്ന് കൊടുക്കുക, അത് നല്ലതാണ്. എത്രയാണോ ഉള്ളത് ആ സമയത്ത് കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കുക. അതന്നെ നമ്മൾ ഈ യാത്രകളിലൊക്കെ ഉണ്ടാവും, 2 കണ്ണും ഒക്കെ കാണാത്ത ആൾക്കാർ ഇങ്ങനെ ബക്കറ്റ് മുടിച്ചിട്ട് ഗ്ലാസ് ആത്തിട്ടൊരു എന്തോ ഉള്ളതെന്ന് കൊടുത്ത് എന്തൊരു സമാധാനമാണ്. നേരെ മറിച്ച് ബക്കറ്റിട്ട് വരുമ്പോഴും കാണാം നമ്മള് ഗ്ലാസ് തുറന്നിട്ടുണ്ടാവില്ല. ഈ ആട്ടലുണ്ടല്ലോ, ഇത് വണ്ടി ആക്സിഡന്റിന് വരെ കാരണം. എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അള്ളാഹിന്റെ മാർഗത്തിൽ നന്മയിൽ പൈസ കൊടുക്കാനുള്ള തൗഫീഖ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് അള്ളാഹു തെരഞ്ഞെടുത്തതിന്റെ ലക്ഷണമാണ്. അള്ളാഹു തആല ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഈ ആയത്തിറങ്ങിയത് അബൂജഹലിന്റെ കാര്യത്തിലാണ്. അപ്പൊ അത് ആ നിൽക്കന്നെ നേർക്ക് അർത്ഥമുണ്ട്. അബൂജഹൽ
ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തെരഞ്ഞെടുന്നു. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തിനാ അങ്ങനെ തെരഞ്ഞെടുക്കണം? വെച്ചാൽ മുഅ്മിനെ കൊല്ലണം എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ ഇയാള് വലിയ പാറന്റെ ഒരു കഷ്ണം കയ്യിലെടുത്തിട്ട് അത് തലക്കെട്ടിട്ട് കൊല്ലാനുള്ള പരിപാടിയാണ്. ആ ദേഷ്യം കൊണ്ട് കടിച്ചു കയറിയിട്ട് അപ്പൊ ഒന്ന് രണ്ടാൾക്കാർ ചൂണ്ടിക്കൊടുത്ത്, അവിടെ നിസ്കരിക്കുന്നുണ്ട്, അവിടെ സുജൂദിലാണ് ഇപ്പൊ കിടക്കണേ. എന്താ പിന്നെ നല്ല ഉഷാറല്ല, സുജൂദിൽ തലക്കാണിട്ടാ പിന്നെ നീക്കൂലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് കിടക്കുമ്പോ തലക്ക് കല്ലിട്ടിട്ട് കൊല്ലാൻ വേണ്ടി കല്ലും വഹിച്ച് വന്ന അബൂജഹൽ ഇടാൻ വേണ്ടിട്ട് ഒരുങ്ങിയപ്പോ ആ കല്ലും കയ്യും ഒക്കെ കൂടി കഴുത്ത് കുടുങ്ങിയിട്ട് ഇന്നിപ്പാണ്ട് നിന്നു. ഇങ്ങനെ ഇടാൻ കഴിയാതെ ഇങ്ങനെയുണ്ട് ഇന്ന്. കൊറേ സമയം ഓനെന്താ സംഭവിച്ചെന്ന് അറിയില്ല എന്നാ. അതിനെ കുറിച്ചാണ് ഈ ആയത്ത്. ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മഖ്മഊൻ. ഈ പറഞ്ഞ എങ്ങനെ വെച്ചാൽ കൈ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചങ്ങ എന്നിട്ട് ഈ താടിക്കുറ്റിന് ഇവിടെ നിന്നിട്ട് കെട്ടുക, എന്നിട്ട് കഴുത്ത് ഇങ്ങനെ ആക്കുക. ഈ നിപ്പിനാണ് പറയാ. അപ്പൊ കയ്യും ഒന്നും പിന്നൊന്നും ചെയ്യാൻ പറ്റൂല. ഓന ആ രീതിയിൽ അങ്ങനെ തിന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് കിടക്കുമ്പോ പാറട്ടിട്ട് തല ചതച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചാണ്. അതിനെക്കുറിച്ചാണ് ഈ ആയത്ത് എന്ന് മഹാന്മാരിൽ പലരും പറയുന്നുണ്ട്. പിന്നെ ഭൂരിഭാഗം പണ്ഡിതന്മാര് പ്രബലമായി പറഞ്ഞത് അത് ഹിദായത്ത് കിട്ടൂല എന്നുള്ളതിന്റെ ഒരു ആലങ്കാരിക രൂപമാണ്. ലക്ഷ്യത്തിലേക്ക് നടക്കാൻ കഴിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പെരടികളിലേക്ക് കൈ ചങ്ങലിട്ട് പൂട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് റസൂലുള്ളാഹിന്റെ വഴിക്ക് വരാൻ കഴിയാത്തൊരവസ്ഥ അല്ലാഹു തആല അവർക്ക് ചെയ്തു കൊടുത്തു. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതിന് മറ്റൊരു കോപ്പി, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം. അല്ലാഹ് അങ്ങോട്ട് സീല് വെച്ചു. അപ്പൊ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ. അല്ലാഹ് സീല് വെച്ചിട്ടല്ലേ അവര് വരാത്ത, അള്ളട്ട് കുടുക്കിയിട്ടല്ലേ ബന്ധനസ്ഥരാക്കിയതുകൊണ്ടല്ലേ അവര് വരാത്ത, പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചിന്തിക്കും. അല്ലാഹ് അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. നമ്മള് സാധാരണ പറയലുണ്ടല്ലോ, ഞാൻ വാതിലടച്ചിക്കണ ഇഞ്ഞോ കൊണ്ട് വരൂല, അങ്ങനെയാണ് വരട്ടേന്ന്. അപ്പൊ വേറെ ആള് പറയണേ, എങ്ങനെ പിന്നെ അവൻ കയറാവും, ഉപ്പര് വാതിലടച്ചിട്ടില്ല എന്ന് വെച്ചാല് വാതിലടക്കാൻ ഇവനൊരു കാരണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഒരു പരിധി വരെ നോക്കും. പരിധി വിട്ടിട്ടും പിന്നെ ആ വിഷയത്തിൽ ധിക്കാരവും കളിയും മാറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കും. അത് ദുന്യാവ് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. കാരണം പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ചില വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉസ്താദ് പറഞ്ഞു എന്നോട്, പരിപാടിക്ക് പോയപ്പോ മുമ്പരോട് ഒരു ചെറുപ്പക്കാരൻ കുട്ടി വന്നിട്ട് പറഞ്ഞാലോ, അള്ളാഹിനെ കണ്ട് വിശ്വാസം വരുന്നില്ല, മനസ്സിക്ക് തീരെ ഇമ്മ കണ്ട് കിട്ടുന്നില്ല എന്ന്. അയാളിങ്ങനെ ചോദിച്ചാലോ, എന്താ എന്റെ ജീവിതത്തില് അതിനങ്ങനെ ശീലടിക്കാന്നാണ് പറയാ. പിന്നെ അങ്ങോട്ട് കിട്ടൂല, നമ്മൾ ആഗ്രഹിച്ചാലും സാധനം കിട്ടൂല. അവൻ പറഞ്ഞാലോ, ഞാൻ ഒരിക്കൽ എല്ലാരും കൂടി ഇരിക്കണമേത്ത് എന്തോ ഒരാള് അള്ളാന്ന് പറഞ്ഞപ്പോ അല്ലല്ല കൊല്ലയെന്ന് പറഞ്ഞു. ദേഷ്യം പിടിച്ചിട്ട് ഞാൻ പെട്ട് നോക്കിയിട്ട് അല്ലല്ല കൊല്ലയാണെന്ന്. അതിന്റെ ശേഷം ഈമാ അങ്ങോട്ട് കിട്ടില്ല. ആ വാക്ക് സ്കെഡല്ലേ. അക്കീദക്കെതിരെ ഉപയോഗിച്ച, അള്ളാഹ്ക്കെതിരെ ഉപയോഗിച്ച ഏറ്റവും വലിയ വീര്യമുള്ള സ്കഡ് മിസൈലാണല്ലോ അത്. അപ്പൊ ചില വാക്കുമതി ഉള്ളുന്ന് ചോർന്നു. പിന്നെ നമ്മൾ ആഗ്രഹിച്ചാലും കിട്ടൂല. ബല്ലാമിന് ബാവൂറ ലാസ്റ്റ് തിരിച്ചവർ ആഗ്രഹിച്ചിരുന്നു, പറ്റിയില്ല. കാരണം എന്താ? മൂസാ അലൈഹി ഇസ്ലാമിനെതിരെ ദ്വായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ ദ്വായിരുന്നു. ആരാണ് ബല്ലാമെന്ന് അറിയാം നിങ്ങൾക്ക്? ദർസ് നടത്തുന്ന സ്ഥലത്ത് 12,000 മഷിക്കുപ്പി വെച്ചിരുന്ന അയാള്. ബല്ലാമിന് ബാവൂറ ദർസ് നടത്തുന്ന സ്ഥലത്ത് 12,000 മഷിക്കുപ്പി ഉണ്ടായിരുന്നു. എന്തിനാ 12,000 മഷിക്കുപ്പി? അത്രയും ശിഷ്യന്മാരുണ്ടായിരുന്നു മുമ്പില്. ഒരു മഷിക്കുപ്പി 2 ആൾ ഉപയോഗപ്പെടുത്തിയാൽ 24,000 ശിഷ്യന്മാർ മുമ്പിൽ ഇരിക്കണില്ലേ? അത്ര വലിയ മഹാപണ്ഡിതനായിരുന്നു ബല്ലാമിന് ബാവൂറ. പക്ഷെ മൂസാ അലൈഹി ഇസ്ലാമിനെതിരെ മത്സരിച്ചു. ജനങ്ങൾ വന്ന് പറഞ്ഞു, ബനീ ഇസ്രായേലിന്റെ നിയമത്തൊന്ന് കുറഞ്ഞിട്ടണം, ഞമ്മക്ക് നിയമത്ത് കൂടണം, ഓലിങ്ങനെ അടിച്ചു കയറിയാൽ പറ്റൂല, അതിൽ ഭയങ്കര അസൂയ, നിങ്ങൾ ദ്വാരുന്ന. കാരണം ഇയാൾക്കൊരു പ്രത്യേകത, ദ്വാരുന്ന മജ്ലിസിൽ ഉത്തരം കിട്ടുന്ന ആളാണ്. പുറത്ത് വേണ്ട, ഉത്തരം വാങ്ങിയിട്ടേ പോകുള്ളൂ, അത്ര വലിയ ആളാണ്. അപ്പൊ അനു കന്നാന്റെ ആൾക്കാരൊന്ന് പറഞ്ഞു, നമ്മൾക്ക് ദ്വാരക്കണം, അവർക്കുള്ള നിയമത്തൊന്ന് കുറയണോന്ന് പറഞ്ഞു. ഇയാൾ ആദ്യം പറഞ്ഞു, അതിനൊന്നും എന്നെക്കൊണ്ടാവൂല, ഓൽക്കിപ്പോ അള്ള നിയമത്ത് കൊടുത്താൽ ഞാൻ എന്താ കാട്ടണം? ഒരു പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ ദ്വാരക്കണം, നിങ്ങൾ നമ്മളെ നേതാവാണ്, ഓലിങ്ങനെ അടിച്ചു കയറി നമുക്ക് ശരിയാവില്ല. അപ്പോഴിയാൾ പറഞ്ഞു, എനിക്ക് അവിടെ മൂസാ നബിന്റെ അനുയായികളാണ്,
അവർക്ക് അള്ളാഹു നിയമത്ത് കൊടുത്ത അതിനെതിരെ ദ്വാർക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് കൊതറി അയാള്. മൂന്നാമത് അനുയായികൾ വന്നത് കുറേ പണമായിട്ടാണ്. പൈസ ഉണ്ടണ്ട പിന്നെ ചില മൂല്യന്മാരും എന്നെ പോലത്തോരിട്ടാ കണ്ണു മഞ്ഞളിക്കുമല്ലോ. അല്ല അങ്ങനല്ലേ? അല്ല ഇതിങ്ങനെ സാധനം ഇങ്ങനെ അറ്റിട്ടേര് കാണുമ്പോഴേ അത് വല്ലാമതൊക്കെ കൂടി നോക്കിയിട്ട് ഒരു പുളി പൈസ അറ്റിയായിട്ട് കണ്ടപ്പോളേ അവന് ഉത്തരവാദിത്വം ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഇരിച്ചാതി പുളിയാണ്ട് കയറി അപ്പൊ എല്ലാം ഇങ്ങനെ തല ഉറിഞ്ഞു. അപ്പൊ ഇവർക്ക് സന്തോഷമായി. ഇനിയിപ്പോ ഏതായാലും നിഷേധിക്കണം, ചിലപ്പോ ദ്വാ ഉണ്ടാവുമായിരിക്കും. അപ്പൊ എല്ലാം അങ്ങോട്ട് താഴ്ന്നു. അല്ലാഹുമ്മ അഇസ്സ ബനി ഇസ്രായേൽ വഅദില്ല ബനി കനാൻ. ദ്വാരക്കണ്ട നേരെ എതിരാണ്, പക്ഷെ പേച്ചുപോയി. ദ്വാരക്കണ്ട അല്ലാഹുമ്മ അദില്ല ബനി ഇസ്രായേൽ വഅഇസ്സ ബനി കനാൻ എന്നാണ്. ബനു ഇസ്രായേലിന് നീ താഴ്ത്തണ റബ്ബേ, ബനു കനാനാവുന്നു ഞങ്ങൾ പൊന്തിക്കണേ എന്താ ദ്വാരക്കണ്ട്. പക്ഷെ കാക്ക ദ്വാരന്ന് ഉൾട്ടായി. അല്ലാഹുമ്മ അഇസ്സ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിന് ഇഞ്ഞു ഇസ്സത്ത് കൊടുക്കണ അല്ലാഹു. അതിൽ ഇവര് പറഞ്ഞു എല്ലാ കാക്ക എടുക്കാ പോയിരുവാ ബല ആമി എടുത്തില്ല. നിങ്ങളോട് പറഞ്ഞ ഇങ്ങനെ ദ്വാരക്കാനല്ല. കാരണം ഇയാൾക്ക് നാവ് വഴങ്ങണില്ല, ഇയാൾക്ക് നാവ് വഴങ്ങണില്ല. അങ്ങനെ ചിലതുണ്ടാവുമല്ലോ. അബൂജാഹിലിനെ കുറിച്ച് തന്നെ ഒരു റിപ്പോർട്ടിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇയാൾ ആയുധേറ്റ് വന്നിട്ട് ഇങ്ങനെ തെരഞ്ഞെടുക്കാം. അതിനെ മുഹമ്മദ് എവിടെ ചോദിച്ചു. അപ്പൊ ആൾക്കാർ തന്നെ അതൊക്കെയാണ് എവിടെയാണ് ഇയാള് കാണുന്നില്ല, മുമ്പിലുണ്ട്. എന്നാ അള്ളാഹ് കഴിയണല്ലേ. അപ്പൊ എങ്ങനെ ദ്വാരുന്നാലും ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പൊ ഒരു പറഞ്ഞു മതി നിങ്ങൾ ദ്വാ നിർത്തിക്കളി നടന്നു, വേണ്ട നിർത്തിക്കളി നടന്നു. അതോടുകൂടി ഇയാളെ മക്കാമ് മുഴുവനും നഷ്ടപ്പെട്ടു. ദർസ് പോയിന്ന് മാത്രല്ല ഈമാനും പോയി. ദർസ് പോയിന്ന് മാത്രല്ല ഈമാനും പോയി. തന്ത തലക്കൊക്കെ കൂടി ചോറി കയറിയിട്ട് അത് ചൊറിഞ്ഞ് ഈച്ചും പേറിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വലിയൊരു ആലിമിന്റെ അവസ്ഥയാണിത്. ഇത് വെച്ചിട്ട് നമ്മളെ നാട്ടിലുള്ള ആലിമ്യങ്ങളൊക്കെ കുതിരയേറെടുത്തിട്ട ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയലുണ്ട്. വേറെ ചില ആലിമ്യങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട് അതുപോലെ മായതല്ലോ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത്തരം ഈമാൻ നഷ്ടപ്പെടുന്ന വാക്കുകളിൽ ഞാൻ ആ വിഷയം പറഞ്ഞു തരികയാണ്. ഞാനതിൽ പെടാതിരിക്കും. ഞാൻ വലിയൊരു ആലിമൊന്നും അല്ല, എന്നാലും നമ്മളിന്റെ ഓരോ ചരിത്രങ്ങൾ അല്ലെങ്കിൽ മുനാഫിക്കങ്ങൾക്ക് ഇറങ്ങി ആയത്തുകൾ എടുക്കുക, എന്നിട്ട് വേറെ ആലിമിനിട്ട് ചാമ്പുക. അവരൊക്കെ വളരെ സൂക്ഷിക്കണം, ആക്കിബത്ത് ചീഞ്ഞു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഇങ്ങനെ സംഭവം ഇയാളിങ്ങനെ ചൊറിഞ്ഞ് ഇയാൾക്ക് ലാസ്റ്റ് ഹിദായത്തേക്ക് തിരിച്ചു വരാൻ ഒരു അവസരം ഉണ്ടായില്ല. കാരണം അത്രയും വലിയ തെറ്റായിപ്പോയി. അപ്പൊ അള്ളാഹു തആല പിന്നെ എന്ത് ചെയ്യും? പിന്നെ വരാൻ കഴിയാത്ത അവസ്ഥയിലാക്കി തീർക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ കണ്ട് വരാൻ കഴിയില്ല. അതുകൊണ്ടല്ലോ ഇപ്പത്തെ എക്സ് മുസ്ലിമുകളൊക്കെ ചില ആൾക്കാരെ കുറിച്ച് നമുക്കൊരു പ്രതീക്ഷ ഇല്ലാത്ത എന്താ അങ്ങനത്തെ വർത്താനാണ് പറയുന്നത്. മുമ്പ് കുറെ എക്സ് മുസ്ലിമുകൾ ഉണ്ടായിരുന്നു, മാന്യമര്യാദയായിട്ട് സംസാരിച്ചിരുന്ന ആളുകളാണ്. അവര് പല ആൾക്കാരെ ഹിദായത്തേക്ക് വന്നു. ഡോക്ടർ ഉസ്മാനെ പോലെ അതിശക്തമായിട്ട് വിമർശിക്കുന്ന ആളാണ് അയാള്. ഷാഹത്തിലും വലിയ അവസാനം അയ്യൂബ്, ഈ കൊറോണ കാലത്ത് അയ്യൂബ് മൗലവി, ഷാഹത്തലിം അല്ലി. കാരണം അവരുടെയൊക്കെ വിമർശനത്തിനൊരു പരിധിയുണ്ട്. തെറ്റിദ്ധരിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ആഴമേറി പഠിച്ച് വെപ്രാളപ്പെട്ടപ്പോ സത്യം അറിയാതെ അതിന്റെ ആ സങ്കടം തീർത്ത് വിമർശിച്ച് പോയതാണ്. പക്ഷെ ഇന്നത്തെ ചില ആളുകൾ അങ്ങനെയല്ല, ചവിട്ടിക്കൂട്ടുകയാണ്. വിമർശനമല്ല, അധിക്ഷേപവും പരിഹാസവുമാണ്. ആ ഓരോ വാക്കുകളെ കൊണ്ട് അവർ പിന്നെയും ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് അകന്ന് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത വിധം ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് മൂന്ന് രീതിയിലുള്ള ഒരു വ്യാഖ്യാന സാധ്യതയാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ഫഹും മുഖ്മഹൂൻ എന്ന് പറഞ്ഞാല് ഈ ഒട്ടകങ്ങൾ ചിലപ്പോണ്ട് ഇങ്ങനെ കണ്ടുകണോ, അതിനാണ് പറയാ. അപ്പൊ ഇവരും അങ്ങനെ തന്നെയാണ്. ഈ ചങ്ങലിട്ട് കുടിക്കൊണ്ട് മുഖം താത്താൻ കഴിയുന്നില്ല, ആ മുമ്പിലുള്ള വഴികൾ അറിയണില്ല. അപ്പൊ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ചെന്ന് ചേരാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഹിദായത്തിന്റെ മാർഗത്തേക്ക് ഇവർക്ക് വരാൻ കഴിയില്ല. അതിന് അള്ളാഹു തആല വരെ കിട്ടും പൂട്ടിയിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ നമ്മൾ എവിടെയാണെങ്കിലും എന്താണെങ്കിലും തിരിച്ച് നന്മയിലേക്ക് വരാനുള്ള ഒരു സ്പേസ് നമ്മളായിട്ട് ഉണ്ടാക്കണം. അതും കൂടി നമ്മളെ കാട്ടിക്കൂട്ടലുകൊണ്ട് അടഞ്ഞു പോയാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. അതാണ്, പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. അത് നമ്മളൊരു അവസരം ഉണ്ടാക്കണം. ഞാൻ മറ്റേ ബഹ്റൈൻ്റെ അപ്പുറം സൗദിന്റെ ബോർഡർപ്പെട്ട ഒരു സ്ഥലമാണല്ലോ ബഹ്റൈനിക്ക്. ഇടയ്ക്കിടക്ക് കുട്ടികൾ ഇങ്ങനെ പോവാം. അൽക്കോബാദല്ല,
സൗദിന്റെ ബോർഡർ എന്ന് പറഞ്ഞാണ് ദമാമ്. ദമാമ് ദമാമ് ബോർഡർ അല്ല, അല്ല ദമാമ് സൗദി പെട്ട സ്ഥലല്ലേ? അതല്ല, ബോർഡർ അല്ല, ദമാമ്. അവിടുന്ന് ഇടക്കിടക്ക് കുറെ കുട്ടികൾ ബഹ്റൈൻക്ക് പോകും, തുള്ളിച്ചാണ് അല്ലേ? അത് ശരിയല്ലേ? ബഹ്റൈൻക്ക് പോകും. അങ്ങനെ റൂമിൽ നിന്ന് 3 ചെക്കന്മാരിങ്ങനെ താമസിക്കുന്ന റൂമാണെന്ന് പറഞ്ഞു. ഇവരിങ്ങനെ 2 ആൾക്കാർ വ്യാഴം വെള്ളി ലീവീസോ കിട്ടിയ പൈസ കൊണ്ട് ബഹ്റൈൻക്ക് തുള്ളാൻ വേണ്ടി പോകും. തുള്ളുക എന്ന് പറഞ്ഞാൽ കള്ള് പെണ്ണ് വേറെ ഒന്നുമില്ല. എന്നിട്ടുള്ള പൈസ ഒക്കെ കൂടി ചെലവാച്ച് തിരിച്ചു കൊണ്ടുവരും. ഇവിടുന്ന് പറയുന്ന ഓൽക്ക് അവിടെ താമസിക്കാനുള്ള ജീവിക്കാനുള്ള പൈസ അങ്ങോട്ട് അയച്ചു, ഉള്ള പൈസ ഒക്കെ പോയി ഇങ്ങനെ കാട്ടും. അതിൽ 3ാമത്തെ ഒരുത്തുണ്ട്, ഓൻ ഇതിനെ അതുവരെ കൂട്ടുന്നിട്ടില്ല. സാഹചര്യം കൊണ്ട് തെറ്റ് ചെയ്തു പോണതും തെറ്റ് ചെയ്യാൻ വേണ്ടി കിലോമീറ്ററുകളോളം തീരുമാനം എടുത്തിട്ട് യാത്ര ചെയ്യുന്ന 2 1 2 വ്യാഴം വെള്ളി നല്ല ഈസങ്ങൾ ഉള്ള പൈസ കള്ള് പെണ്ണ് അതിനായിട്ടാണ് പോണത്. ബൈ ചാൻസിൽ വരണല്ല. ഓരോ ദിവസം പോകുമ്പോ മറ്റവനും വിളിച്ചു. ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾക്കൊരു പ്രശ്നമുണ്ട്. ഓൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആണ് ചെയ്യാത്ത ആളുകൾ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾ കണ്ടോ? സിനിമ തീരെ കാണാത്ത ഒരാളെ സിനിമ കാണാൻ കിട്ടിയാൽ ഇവൻ അന്ന് പെരുന്നാളാണ്. കാരണം ഓന് വണ്ടിയിൽ സീറ്റ് കൊടുക്കും, സിനിമ ടിക്കറ്റ് എടുത്തു കൊടുക്കും. അത് കണ്ടോ? നല്ലൊരു മനുഷ്യനെ കേടെടുത്താൻ കിട്ടിയാല് ഇവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്താണെന്നറിയില്ല. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞു, എടാ ഒരു ദിവസം വന്നു നോക്കടാ, അവിടെ തായ്മേലൊക്കെ പറഞ്ഞു ഓനെ വണ്ടി പിടിച്ചിരുത്തി. പക്ഷെ ഓനക്ക് മനസ്സ് കിട്ടുന്നില്ല. കാരണം ഇതിപ്പോ വ്യഭിചരിക്കാനും കള്ളുടിക്കാനുമായിട്ട് പോവാണല്ലോ എത്ര കിലോമീറ്റർ. അതിലിങ്ങനെ ഇരിപ്പ് കണ്ട് കിട്ടാൻ അങ്ങനെ മനല്ല മനസ്സോടെ ഇരിക്കുകയാണ്. ഓന് ബേജാറും വെപ്രാളൊക്കെ പരിപാടിക്ക് പറയണ എന്നെ ഇറക്കിക്കളി, നീ ഇറങ്ങാന്ന് അവിടുന്ന് ഈ ദമാമെന്ന് ബഹ്റൈൻക്കുള്ള റോഡ് എന്ന് പറഞ്ഞാൽ പിന്നെ 2 അറ്റം കാണാത്ത രൂപത്തിൽ വണ്ടി ശീഘ്രം പോണ റോഡാണ്. ഒരു കടകൾ പോലും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ എത്തിപ്പോകുമ്പോ ഞാൻ ഇവിടെ ഇറങ്ങാണ് ഓലും ഇവിടെ ഇറങ്ങിയിട്ട് എന്താ എനിക്കവിടെ ഇറങ്ങും. അതിൽ ഓനെങ്ങനെയാണ് വാങ്ങി. ഓനിങ്ങനെ ഉറങ്ങുമ്പോ ഒരു ബോർഡ് കണ്ടിരുന്നു, ബഹ്റൈൻ കിലോമീറ്റർ 60 എന്ന് കണ്ടിരുന്നു. അതിലവ ഉറങ്ങിയത്. ഈ ഉറക്കിലോന് കിനാവ് ജഹന്നം കിലോമീറ്റർ 60. അള്ളാഹ് കാണിച്ചു കൊടുക്കണം. ജഹന്നം കിലോമീറ്റർ 60. അതിലിവന് ഉണന്ന് പനിങ്ങനെ വെപ്രാളം കാട്ടി ഞാൻ ഇറങ്ങണ ഇന്ന ഇറക്കിക്കളി എന്നെ കൊണ്ടുപോകണ്ട, നമ്മൾ പോണ നരകത്ത് കാണുന്ന പറഞ്ഞ പോലെ അറിഞ്ഞു. എന്ത് നരകത്തേക്ക് ചിന്തിച്ച് കിടന്നപ്പോ കണ്ടാ ചങ്ങായി, ഇതൊരവസരല്ലേ? ഒരു മനുഷ്യനെ അറിയില്ലല്ലോ. പൈസ ഞങ്ങൾ തരടോ, നീ ഇപ്പൊ ഒന്ന് കള്ളുടിക്കണില്ലെങ്കിൽ ഇജി റൂമിലിരുന്നോ, ഇനി പന്നെ ഇവിടെ ഇറക്കിയിട്ട് ഇജി ഇവിടെ ചാവും ചങ്ങ, ഇവിടെ ആരാനെ നോക്കാളുള്ളൂ. ഓലോർ മരിച്ചാലും വേണ്ടിയില്ല ഞാൻ ഇവിടെ ഇറങ്ങിയാണെന്ന് പറയും. നിലയും വിളിയും കൂട്ടി വണ്ടിക്ക് ഇടിക്കാൻ തുടങ്ങി പോലെ അവിടെ ഇറക്കി വിട്ട്. പാതിരാവിന്റെ ഉള്ളറയാണ്. ഒരു മനുഷ്യനും വണ്ടി നിർത്തൂല, അത്രയും സ്പീഡിലാണ് പോവാ. വെള്ളത്തിന് ദാഹിച്ചാൽ ഇരുന്ന് ഉണങ്ങിയാണ് മരിക്കും. ഇവൻ 2 കൽപ്പിച്ചു അവിടെ ഇരുന്നു. വണ്ടികളൊക്കെ സ്പീഡ് പോണ്, കൈകെട്ടിനും തിരിഞ്ഞു നോക്കൂല. തിരിഞ്ഞു നോക്കിയാൽ ബ്രേക്ക് ഇടാൻ പറ്റൂല. അതന്നെ. കുറെ കഴിഞ്ഞപ്പോ ഒരു വണ്ടി കുറച്ച് സ്ലോവില് വരുന്നുണ്ട്. അതൊരു അറബി തന്തന്റെ വണ്ടിയാണ്. ഇത്തിരി പ്രായമായ അയാള് നിർത്തി. എന്താ ഇവിടെ മീനൻസാ റോഡ് എന്താ ഇവിടെ എവിടേക്കാജി പോകണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച ആളെ പോന് താഴ്മയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇരുന്ന്. അപ്പൊ അയാള് ചോദിച്ചു, എന്താ എന്റെ അവസ്ഥ, എന്താ ഇവിടെ നിന്ന് വണ്ടി എന്ന് വെച്ച് പോകാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ ബഹ്റൈൻക്ക് കള്ളുപിടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി കയറിയതാണ്. പിന്നെ എനിക്കിങ്ങനെ കിലോമീറ്റർ കണക്കിന് ജഹന്നം കണ്ടപ്പോ ഞാൻ ഉണർന്നിട്ട് നിലമിലും കൂടിയപ്പോ ഓല ഇവിടെ ഇറക്കിപ്പോയതാണ്. തന്ത വണ്ടിയോടെ നിർത്തി. ഇവനാണ് കെട്ടിപ്പിടിച്ചാണ് കരഞ്ഞു. മോനെ ഞാൻ ബഹ്റൈന് വരികയാണ്. ബഹ്റൈന്റെ തൊട്ടടുത്ത് ഒരു കാറും ലോറിയും കൂട്ടിയിടിച്ചിട്ട് കാറിലുള്ള 3 ചെറുപ്പക്കാർ കത്തിക്കരിഞ്ഞിട്ട് ഓലെ ശരീരം കത്തിക്കരിഞ്ഞ് കരിക്കട്ട പോലീസുകാരെടുത്തിട്ട് ശീലിക്ക് മാറ്റുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഈ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് ആ വണ്ടി ആവാൻ സാധ്യതയുണ്ട്, എന്നെ ഇറക്കിപ്പോയ വണ്ടി ആവാൻ സാധ്യതയുണ്ട്. റൂമിൽ പോയിട്ട് അന്ന് മൊബൈൽ ഇത്ര സംവിധാനം ഒരുങ്ങിയിട്ടില്ല. വാർത്ത നേരെ TV തുറന്നു നോക്കുമ്പോ ഞെട്ടിപ്പോയി. ഇവനെ റൂമിൽ നിന്ന് കൊണ്ടുപോയ ആ 3 ചെറുപ്പക്കാര് ശരീരം തിരിച്ചറിയാൻ കഴിയാതെ കത്തിക്കരിഞ്ഞിട്ട് കരിക്കട്ടയിക്കണ. അവിടുത്തെ ഇമാം അന്ന് ഖുത്ബയിൽ പറഞ്ഞത് ഇവനെ കുറിച്ചാണ് ഈ സംഭവം പറഞ്ഞത്. കാരണം ഇവൻ സുബൈക്ക് പള്ളിക്കുന്ന പോലെ മുഖമൊക്കെ വാടിയിട്ടുണ്ട്, കണ്ണെന്നൊക്കെ. അപ്പൊ ഇമാം ചോദിച്ചപ്പോ റൂമിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോ അന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവാല്ലോ, ഇയാള് ഖുത്ബയിൽ പറഞ്ഞത് ഇവനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. അവ എന്താ ഇവനെ രക്ഷപ്പെടാൻ കഴിഞ്ഞത്?
ഇവന് സ്വതക്കന്റെ ആളാണ്. വലിയൊരു മാന്യനും സ്വാലിയോ ഒന്നല്ല, പക്ഷെ 10 ഉറുപ്പ്യ കൊടുക്കണേലും മുന്നിലുള്ള ആളാണ്. അസ്വദഖത്തു റദ്ദുൽ ബലായ. എവിടെങ്കിലൊക്കെ പിടിച്ചിക്കാനുള്ള ഒരു അമല് നമ്മളെടുത്തുണ്ടാവണം. അതുകൊണ്ടാണ് ചില മഹാന്മാർ പറയണത് എന്നും സ്വതക്ക കൊടുക്കണം. അങ്ങനെ എന്നും മനുഷ്യന്മാര് തെറ്റ് ചെയ്യും. എത്ര വേണ്ടാന്ന് വെച്ചാൽ ഒന്നുകിൽ കണ്ണുകൊണ്ട് ചെയ്യൂലേ? എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോണത്? കണ്ണുകൊണ്ട് ചെയ്യൂലേ? എന്നും സ്വതക്ക കൊടുക്കുക. അത് സ്വർഗത്ത് പോകാൻ നല്ലൊരു എളുപ്പമാർഗമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു. നമ്മളെ കുഞ്ഞാവാജിന്റെ അമ്മായിമ്മ മരിച്ച ദിവസം ഇന്നലെയാണ്. അമ്മോശനാണല്ലേ? അമ്മായിമ്മ ഉണ്ടോ? അമ്മോശനും അമ്മായിമ്മയും ഖബറിലാണ്. പക്ഷെ അമ്മോശൻ മരിച്ച ദിവസം ഇന്നലെയാണ്. പള്ളിത്തോട്ടിൽ അമ്മോശൻ മരിച്ച ദിവസമാണ്. അവർ ചായം ചീനിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അത് നല്ലൊരു മനസ്സാണല്ലോ, മരിച്ച ആൾക്കാരെ ഓർത്തിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് അവരോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. നമുക്ക് ബർക്കത്ത് കിട്ടാനും കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി എന്നുകൊണ്ട് ചോദിച്ചു, സയ്യാദീതാണ്, എൻ്റെ അമ്മ മരിച്ചുപോയി, ഉമ്മാക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഒരു കിണർ കുത്തിയിട്ട് വെള്ളം ആൾക്കാർക്ക് കൊടുക്കട്ടെ എന്ന് വെച്ചു. അത് ഉമ്മാക്ക് കിട്ടുമെന്ന് വെച്ചു. പിന്നെ കിട്ടാതെ ഈ കിണർ വെച്ചിട്ട് വെള്ളം കൊടുത്തു. ആ സഹാബി ജനങ്ങൾ പോണ വഴിയിൽ അവർക്ക് കുടിവെള്ളത്തിന് വേണ്ടി കിണർ ഒഴിച്ചു കൊടുത്തു. ആർക്ക് വേണ്ടി? മരിച്ചുപോയ അമ്മക്ക് വേണ്ടി. സയ്യാദീതാണ്. മരിച്ചവർക്ക് എന്തെങ്കിലും ചെയ്യാം. അള്ളാഹു തആല നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്കൊക്കെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പിന്നെ അമ്മോശല്ലേ, അമ്മോശൻ അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമായി കൊടുക്കട്ടെ. മരുമകൻ എന്ന നിലയിൽ അദ്ദേഹം ഈ കൊല്ലത്തിലെ ദിവസം വന്നപ്പോൾ ഓർത്ത് ചെയ്തതിന് അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഇടപാടിലും കച്ചവടത്തിലും യാത്രയിലും കുടുംബത്തിലും ആരോഗ്യത്തിലും ഒക്കെ അള്ളാഹു തആല ഖൈറും ബർക്കത്തും നിറച്ചു കൊടുക്കട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അള്ളാഹു ഹൈറായ സമ്പത്ത് അവർക്കും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രാവിലെ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന നമ്മൾ ആരെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ഒരു സെക്കൻഡും കത്തിക്കാളുന്ന ജഹന്നമിൽ വിറകാക്കാതിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കച്ചവടക്കാർക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. കടലിലും കരയിലും ഇടപെടുന്ന ആളുകളുണ്ട്. നിന്റെ വിഭവങ്ങൾ നീ തുറന്നു കൊടുക്കണേ റബ്ബേ. നിന്റെ ഔദാര്യം അടച്ചു പൂട്ടല്ല അല്ലാ. ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ ശരിയാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് ഇങ്ങനെ നേറിപ്പോഞ്ഞിട്ട് ആൾക്കാരോട് ഇതെങ്ങനെ പ്രശ്നമുണ്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. നമ്മളെ കാര്യങ്ങളൊക്കെ നീ ശരിയാക്കി തരണേ അല്ലാ. നിന്റെ അമ്മയിൽ സമർപ്പിക്കുകയാണ് അല്ലാ. രോഗങ്ങളൊക്കെ നീ മാറ്റി തരണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ നീ നീക്കി തരണേ അല്ലാ. കടങ്ങളൊക്കെ നീ വീട്ടി തരണേ അല്ലാ. ഹർമകളിൽ എത്തിക്കണേ അല്ലാ. പോയ ആളുകൾക്ക് മഖബൂലും മബ്രൂറുമായ ഹജ്ജ് മുറകൾക്കും മർദിയ സിയാറത്തിനും തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ പലവട്ടം എത്തിക്കണേ അല്ലാ. ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ അശാന്തിയെ നീ അണച്ചു കളയണേ അല്ലാ. ശത്രുക്കളെ നീ പിടിച്ചു കെട്ടണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് ورحمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدنا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا ولمن دفنوا حول هذا المسجد وللحجاج وللعمار ولمن استغفروا لهم ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.